ഹിജാബ് വിഷയത്തിൽ 3 വർഷം മുൻപുള്ള കേരള സർക്കാരിന്റെ നിലപാട് പള്ളുരുത്തിയിൽ സ്വീകരിച്ച നിലപാടിന് ഘടക വിരുദ്ധമാണ്. 3 വർഷം മുൻപ് പരാതിക്കാരി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റാണ്. സ്റ്റുഡന്റ് പോലീസിന് ഹിജാബും സ്കാർഫും ഫുൾ സ്ലീവ് വസ്ത്രവും അനുവദിക്കാനാകില്ല എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവുണ്ട്. വിഷയത്തിലെ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് കുറ്റ്യാടി GHSലെ ഒരു വിദ്യാർത്ഥിനിയാണ് സ്റ്റുഡന്റ് പോലീസിന് ഹിജാബ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് സേനയിൽ ചേരുകയും ഹിജാബും ഫുൾ സ്ലീവ് വസ്ത്രവും ധരിച്ച് പരേഡിനെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സേനയുടെ ചുമതലയുള്ള അധ്യാപകന് ഈ വസ്ത്രധാരണം വിലക്കുകയായിരുന്നു. തുടർന്നാണ് വിദ്യാർത്ഥിനി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥിനിയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയാണ് സ്റ്റുഡന്റ് പോലീസിന് മതപരമായ വസ്ത്രം ധരിക്കാമോ എന്ന് സർക്കാരിനോട് ചോദിച്ചത്. വിഷയത്തിൽ നിലപാട് അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹിജാബ് മതേതരത്വം തകർത്തും അതുകൊണ്ട് സ്റ്റുഡന്റ് കേഡറ്റ് യൂണിഫോമിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. ഉത്തരവിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. യൂണിഫോമുകൾ പോലീസ് സേനയുടെ ഡ്രസ് കോഡിന്റെ മാന്യത ഉറപ്പാക്കണം. കുട്ടികൾക്ക് ലിംഗനീതിക്ക് വേണ്ടിയും കുട്ടികൾക്കിടയിൽ വർഗപരവും മതപരവുമായ വിവേചനമില്ലായ്മയ്ക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യൂണിഫോമുകളിൽ മതപരമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്താൽ സമാനമായി പ്രവർത്തിക്കുന്ന മറ്റ് സേനകളിലും ഇത് ആവശ്യങ്ങൾ ഉയർന്നു വരും. ഇത് സേനകളുടെ അച്ചടക്കത്തെയും മതേതര നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്നതാണ്. അത്തരമൊരു ഇളവ് പരിഗണിക്കുകയാണെങ്കിൽ സമാനമായ ആവശ്യങ്ങൾ മറ്റ് സമാന സേനകളിലും ഉന്നയിക്കപ്പെടും. ഇത് സംസ്ഥാനത്തിന്റെ മതേതരത്തെ കാര്യമായി ബാധിക്കും. അതിനാൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ടിന്റെ യൂണിഫോമിൽ മതപരമായ ചിഹ്നങ്ങൾ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരു സൂചനയും നൽകുന്നത് ഉചിതമല്ല. പദ്ധതി നടപ്പിലാക്കിയത് മുതൽ ഇന്ന് വരെ കേഡറ്റുകൾ മതപരമായ ബാധ്യതകളില്ലാതെ ലിംഗഭേദമില്ലാത്ത യൂണിഫോമാണ് ധരിക്കുന്നത്. നിലവിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളിൽ ഏകദേശം 50% പെൺകുട്ടികളാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഡയറക്ടറേറ്റിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ട്രാക്ക് ചെയ്യുന്നില്ല എങ്കിലും പ്രോജക്റ്റിലെ കുട്ടികളിൽ ഏകദേശം 10 മുതൽ 12% വരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് കണക്കാക്കുന്നു. ആരും ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അതിനാൽ മേൽപ്പറഞ്ഞ വസ്തുതകളുടെ വെളിച്ചത്തിൽ പരാതിക്കാരിയുടെ നിവേദനം തള്ളിക്കളയുന്നത് ഉചിതമാണ് എന്ന് നോഡൽ ഓഫീസർ അഭിപ്രായപ്പെട്ടു. സർക്കാരിനെ ബാധിക്കുന്ന ഹിജാബ് വിഷയത്തിൽ സർക്കാരിന് ഒരു നിലപാട്, ഹിജാബ് വിഷയം സംസ്ഥാനത്തെ പ്രജകളോടാണ് എങ്കിൽ സർക്കാരിന് മറ്റൊരു നിലപാട്.